ശരീരം മുഴുവൻ രോമം, കരണ്ടു തിന്നുന്ന സ്വഭാവം. അണക്കെട്ടുണ്ടാക്കുന്നതിലെ ഇവയുടെ വൈദഗ്ധ്യം ഇവയ്ക്ക് ജന്തുലോകത്തെ എഞ്ചിനീയർ എന്ന പദവി നൽകി. മരക്കൊമ്പുകൾ ഉപയോഗിച്ച് ഇവയുണ്ടാക്കുന്ന അണക്കെട്ടുകളിലെ വീട്ടിൽ താമസിക്കുന്ന ഇവർ ബ്രിട്ടനിലെ പച്ചപ്പിനെ സംരക്ഷിച്ച ഒരു കഥയും പ്രചാരത്തിലുണ്ട്. വറ്റിവരണ്ട ജലാശയങ്ങളിൽ വെള്ളം നിറച്ച ഇവന്റെ പേരാണ് ബീവർ. മഴയോ മഞ്ഞോ വേനലോ വന്നോട്ടെ, എല്ലാ ഋതുക്കളെയും അതിജീവിക്കുന്ന അണക്കെട്ട് നിർമ്മാണത്തിലെ മികവിനെ വെല്ലാൻ നമ്മുടെ നാട്ടിൽ ഒരാൾക്കും സാധിക്കില്ല. ഇന്ന് ആ എഞ്ചിനീയറെ കുറിച്ചാണ് പറയുന്നത്. ശരീരം മുഴുവൻ രോമം നിറഞ്ഞ ബോൾ ആകൃതിയിലുള്ള ഒരു രൂപം. തലയും കാണാനില്ല, വാലും കാണാനില്ല. മഞ്ഞിൽ അനങ്ങാതെ ഇരിക്കുന്ന എന്തോ ഒന്ന്. ഒരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആ ചിത്രത്തിലെ ജീവിയാണ് ഇവൻ. നിങ്ങൾക്ക് ഇവനെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമായി സാമ്യം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പ്രകൃതിയിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജീവിവർഗമാണ് ബീവറുകൾ. എങ്ങനെയാണ് ഇവയ്ക്ക് ഈ പേര് വന്നതെന്നല്ലേ? അണക്കെട്ട് നിർമ്മാണത്തിലെ ഇവരുടെ വൈദഗ്ധ്യമാണ് ജന്തുലോകത്തെ എഞ്ചിനീയർമാര് എന്ന പേര് ഇവയ്ക്ക് നൽകുന്നത്. സ്വന്തം പല്ലുകളും ശരീരഭാഗങ്ങളും ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ച് കാട്ടിൽ അണ കെട്ടേണ്ട സ്ഥലത്തെത്തിക്കും. ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി അതിന് നടുവിൽ തന്നെ ബീവറുകൾ അവയുടെ വീടുമൊരുക്കും. മരച്ചില്ലകളും ചെളിയും ഉപയോഗിച്ചാണ് ഇവയുടെ വീട് നിർമ്മാണം. അണകെട്ടി ഉണ്ടാക്കുന്ന ഈ വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ജലത്തിനടിയിലേക്ക് പോകണം. കാരണം ജലത്തിനടിയിലാണ് ഈ വീടിന്റെ വാതിലുള്ളത്. മഞ്ഞു പെയ്യാൻ തുടങ്ങുന്നതോടെ നദികളിലെ വെള്ളവും തണുത്തുറയും. അപ്പോഴും ഇവയുടെ വീടിന് ഒന്നും സംഭവിക്കില്ല. മാറി മാറി വരുന്ന ഋതുക്കളെ അതിജീവിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇവയുടെ വീട് നിർമ്മാണം. മഞ്ഞുകാലത്ത് ജലമുറഞ്ഞ് ഐസ് ആകുമ്പോൾ പോലും ജലാശയത്തിനടിയിലേക്കും ഭക്ഷണ കലവറകളിലേക്കും പോവാനുള്ള മാർഗങ്ങളും ബീവർ വീട് നിർമ്മിക്കുമ്പോഴേ ഒരുക്കിയിട്ടുണ്ടാകും. മഞ്ഞുകാലം കഴിയുമ്പോൾ മഞ്ഞുരുകി ജലനിരപ്പ് ഉയർന്നാലും വീടിനെ രക്ഷിക്കാൻ ബീവറുകൾ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ? അതിശക്തമായ മഴയിൽ നമ്മൾ എന്താണ് ചെയ്യുക? അണക്കെട്ടിലെ ഷട്ടർ തുറന്നു വിടും, അല്ലേ? അതുപോലെ തന്നെ ഇവയുണ്ടാക്കിയ അണക്കെട്ടിന്റെ ഒരറ്റത്തുണ്ടാക്കിയ വിള്ളലിലൂടെ അധികമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയും. കാട്ടിലെ എഞ്ചിനീയർ എന്ന വിശേഷണത്തിനു ബീവർ തികച്ചും യോഗ്യൻ തന്നെയാണ് എന്ന് വ്യക്തമായില്ലേ? ഇനി ബീവറെ കുറിച്ച് പറയാം. എലികളും അണ്ണാനും മറ്റും ഉൾപ്പെടുന്ന റോഡൻ സസ്തനികളിലെ ഏറ്റവും വലുപ്പമുള്ള ജീവികളിലൊന്നാണ് ബീവറുകൾ. വടക്കൻ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. കാനഡയുടെ ദേശീയ മൃഗം എന്ന പദവിയും ഈ എഞ്ചിനീയർമാർക്ക് അവകാശപ്പെട്ടതാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആംഫീബിയൻ ജീവികളാണ് ഇവ. പകൽ സമയം മുഴുവൻ ഉറങ്ങി തീർക്കുകയും സന്ധ്യയാകുമ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി ഇര തേടുകയും ചെയ്യുന്ന ജീവിവർഗം. പ്രകൃതിയിലെ എഞ്ചിനീയർമാർ എന്നറിയപ്പെടുന്ന ഇവ ഡാമുകൾ നിർമ്മിക്കുന്നതിലൂടെയാണ് ജന്തുലോകത്ത് പ്രശസ്തി നേടിയത് എന്ന് പറഞ്ഞല്ലോ. നമ്മളെ പോലെ സിമെന്റും കമ്പിയും ഒന്നുമല്ല ഇവയ്ക്ക് വേണ്ടത്. മരക്കൊമ്പുകളാണ് തങ്ങളുടെ അണക്കെട്ടുകളിൽ ബീവറുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിനായി മരങ്ങളിൽ നിന്നും കൊമ്പുകൾ എടുക്കാൻ ഇവയെ സഹായിക്കുന്നത് ഇവയുടെ നീളമേറിയ മുൻപല്ലുകളാണ്. പ്രകൃതിയുടെ എഞ്ചിനീയർ അങ്ങനെ മരക്കൊമ്പ് തേടി മനുഷ്യവാസ മേഖലകളിലും എത്താറുണ്ട്. അണക്കെട്ട് നിർമ്മാണത്തിനായി മരക്കൊമ്പുകൾ ശേഖരിക്കാൻ എത്തുന്ന ഇവർ മരങ്ങളും കൃഷിയിടങ്ങളും നശിപ്പിക്കാറുണ്ടെന്ന് പലരും പരാതിപ്പെട്ടിട്ടുമുണ്ട്. തങ്ങളെ വേട്ടയാടുന്ന കരടികളിൽ നിന്നും കുറുക്കന്മാരിൽ നിന്നും രക്ഷ നേടാനും തണുപ്പ് കാലത്ത് ഭക്ഷണം ലഭിക്കാനും ഒക്കെയാണ് ബീവറുകൾ ഡാം നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. പലപ്പോഴും ഇത് പ്രകൃതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ ഇവയെ കീസ്റ്റോൺ സ്പീഷീസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 100 മീറ്റർ വരെയൊക്കെ നീളമുള്ളവയാണ് ബീവറിന്റെ ഡാമുകൾ. ഏറ്റവും വലിപ്പമുള്ള ബീവർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാനഡയിലെ ആൽബർട്ടയിലുള്ള വുഡ് ബഫലോ ദേശീയോദ്യാനത്തിലാണ്. 850 മീറ്റർ ആണ് ഇതിന്റെ നീളം. മരപ്പട്ട, വേര്, ഇല, ചെറിയ കമ്പുകൾ എന്നിവ കരണ്ടു തിന്നുന്ന സ്വഭാവക്കാരാണ് ഇവർ. ഒരു കാലത്ത് യൂറോപ്പിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ബീവറുകൾ പിന്നീട് നഗരവൽക്കരണത്തിന്റെ ആധിക്യത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഒരു കാലത്ത് അനധികൃത തുകലെടുപ്പിന്റെ ഫലമായി അമേരിക്കയിലെ ബീവറുകൾ വല്ലാതെ ആക്രമിക്കപ്പെടുകയും തുടർന്ന് ഇവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഈ അവസ്ഥ മനസ്സിലാക്കി സംരക്ഷണം ഒരുക്കിയതോടെ ബീവറുകളെ സംരക്ഷിക്കാൻ യുഎസിന് സാധിച്ചു. നിലവിൽ 1 കോടിയിലധികം ബീവറുകൾ യുഎസിലുണ്ട് എന്നാണ് കണക്കുകൾ. ഇവ ഒരു സ്ഥലത്ത് ഡാം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നീട് ഇവയെ അവിടെ നിന്ന് മാറ്റുക പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരു കാലത്ത് യൂറോപ്പിലെ ജലാശയങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ബീവറുകൾ നഗരവൽക്കരണത്തിന്റെ തിരക്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷരാകുകയായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചു വരവിന്റെ പാതയിലാണ് ഈ കൂട്ടർ. ഇതോടെ പല അത്ഭുതങ്ങൾക്കും സാക്ഷിയാവുകയാണ് ഈ പ്രദേശങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് പറയാം. ബ്രിട്ടനിലെ വറ്റിത്തുടങ്ങിയ തടാകങ്ങളിലേക്ക് വെള്ളം എത്തിച്ചതായിരുന്നു ബീവറുകളുടെ നിർണായക നേട്ടങ്ങളിൽ ഒന്ന്. സ്കോട്ട്ലാൻഡ് മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായ ബീവറുകൾ ഇവിടേക്ക് എങ്ങനെ തിരിച്ചെത്തിയെന്ന് അധികൃതർക്ക് ഇപ്പോഴും അറിയില്ല. എന്നാൽ ഇവയെ പ്രദേശത്ത് വീണ്ടും കണ്ടെത്തി 4 വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഒരിക്കൽ നഷ്ടപ്പെട്ട ഈ മേഖലയിലെ പച്ചപ്പ് ഇവിടേക്ക് തിരിച്ചെത്തിക്കാൻ ബീവറുകൾക്ക് കഴിഞ്ഞു. ബീവറുകൾ നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ മഴവെള്ളവും ചെറു അരുവികളിലെ വെള്ളവും തടഞ്ഞു നിർത്തി പ്രദേശത്തെ ഭൂഗർഭജല ലഭ്യത വർദ്ധിപ്പിച്ചതാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം.
വരണ്ടുപോയ ചതുപ്പ് നിലങ്ങൾ വീണ്ടും നീർത്തടങ്ങളായി. ഒരിക്കൽ വനമേഖലയായിരുന്ന പ്രദേശത്ത് വീണ്ടും പച്ചപ്പെത്തി. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ബീവറുകളെ വേട്ടയാടിയിരുന്ന പ്രദേശവാസികൾ പോലും ഇന്ന് ബീവറുകളെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയാണ്. കുളിര് പെയ്യുന്ന തെളിനീരുറവയ്ക്ക് കുറുകെ ഇവയുണ്ടാക്കുന്ന അണക്കെട്ടുകൾ പ്രദേശവാസികൾക്ക് ഇന്ന് പ്രദാനം ചെയ്യുന്നത് സന്തോഷമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണി നൽകുന്നവർ കൂടിയാണ് ബീവറുകൾ. ഒരിക്കൽ US-ലെ കണക്റ്റിക്കറ്റിലുള്ള ഒരു കർഷകൻ ബീവറിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. കുളത്തിൽ ബീവറുകൾ അണക്കെട്ട് നിർമ്മിച്ചതിനാൽ തന്റെ വീട്ടിലും പുരയിടത്തിലും വെള്ളം കയറിയെന്നായിരുന്നു അയാളുടെ പരാതി. എന്തൊക്കെ പറഞ്ഞാലും പ്രകൃതിയുടെ ഈ എഞ്ചിനീയർ യൂറോപ്പിലെ പല പ്രദേശങ്ങളിലും പച്ചപ്പ് നിറയ്ക്കുന്നതിൽ പ്രധാന പങ്കാളി തന്നെയാണ്. അപ്പോൾ ബീവറെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെ ആയാലും ഞങ്ങളോട് പങ്കുവെക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കണേ.